ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം നരേന്ദ്രമോദി ഉയർത്തുന്ന 400 സീറ്റിനെ തടയിടാനാകുമോ, പ്രതിപക്ഷത്തിന് 400 സീറ്റ് എന്നത് മിഥ്യയാണോ സത്യമാണോ എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വലതുപക്ഷ നിരീക്ഷകനായ വിനയ് മൈനാഗപ്പള്ളി, കോൺഗ്രസിന്റെ മെമ്പർ, KPCC മെമ്പർ പ്രദീപ് കുമാർ തുടങ്ങിയവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം തന്നെ പ്രദീപ് കുമാറിലേക്ക് പോവുകയാണ് നമ്മൾ. പ്രദീപ് കുമാർ, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP പ്രഖ്യാപിച്ചത് 350+ എന്ന ഒരു മുദ്രാവാക്യമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെക്കൻഡ് ഗിയറിലേക്ക് മാറുമ്പോൾ അവരുടെ മുദ്രാവാക്യം അവർ 370+ എന്നാക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന എല്ലാ റാലികളിലും അദ്ദേഹം പറയുന്നത് 400+ എന്നാണ്. അതായത് ഓരോ ദിവസം ചെല്ലുന്തോറും BJPയുടെ ആത്മവിശ്വാസം കൂടുന്നതാണോ ഈ നമ്പറിന്റെ ആ ഒരു എണ്ണം വർദ്ധിക്കുന്നതിന്റെ കാരണം? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് BJPയും പ്രധാനമന്ത്രിയും പറഞ്ഞിരുന്നത് വീണ്ടും മൂന്നാമതും മോദി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ള പ്രചരണമായിരുന്നു നടത്തിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം BJP തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കും തോറും BJPയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും വളരെയധികം പ്രയാസപ്പെടുന്നു എന്നതിന്റെ ലക്ഷണമാണ് പ്രധാനമന്ത്രി പറയുന്നത് 400ലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞ് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു സംശയവും വേണ്ട, ഇന്ത്യ മഹാരാജ്യം, ഇന്ത്യ മുന്നണി ഭരിക്കാൻ പോകുന്നു എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി BJP നേതാക്കളിൽ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയിൽ ഉണ്ടായിരിക്കുന്ന വിഭ്രാന്തി. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി പ്രതിപക്ഷ കക്ഷികളെല്ലാം കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥാവിശേഷവും കടന്നു വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഇന്ത്യ മഹാരാജ്യം ആകമാനം പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു നിന്നാൽ BJPക്ക് വിജയിക്കാൻ കഴിയില്ല എന്നതിന്റെ തോന്നൽ ഉളവാക്കിക്കൊണ്ടാണ് BJP അതിനുവേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ്. ഇന്ന് നടത്തുന്ന കേജ്രിവാളിന്റെ അറസ്റ്റ് ആണെങ്കിലും, കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന വിഷയത്തിലാണെങ്കിലും, തുടർന്ന് EDയെയും അതുപോലെ തന്നെ CBI കൊണ്ടും പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്യിക്കുവാനും ഭയപ്പെടുത്തുവാനും, ഒപ്പം BJPയിലേക്ക് ഈ അറസ്റ്റിനെയും അതുപോലെ തന്നെ ഭയപ്പാടിനെയും പേടിച്ച് BJPയിലേക്ക് ചേക്കേറുന്നവരെ എല്ലാം ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് അവരെ എല്ലാം സ്ഥാനാർത്ഥികളാക്കുവാനും ശ്രമിക്കുന്നത് എന്ന് ഏതൊരു രാഷ്ട്രീയ നിരീക്ഷകനും എന്ന് മാത്രമല്ല രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും മനസ്സിലാകാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് 400+ എന്നതിനൊക്കെ അപ്പുറമായി എങ്ങനെയെങ്കിലും ഭരണം പിടിച്ചു നിർത്തുവാനുള്ള തന്ത്രപ്പാടിന്റെ അങ്ങേയറ്റമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പേക്കൂത്തുകളെല്ലാം. ഈ വിനയ് മൈനാഗപ്പള്ളി, താങ്കൾ ഒരു വലതുപക്ഷ നിരീക്ഷകനാണല്ലോ. ഇപ്പോൾ ഈ 400+ എന്ന് പറഞ്ഞാൽ അല്പം അത്ഭുതം ഇല്ലെങ്കിൽ ഒരു അതിശയോക്തി തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നിലവിൽ BJPക്ക് ഉള്ളത് 303 MP-മാരാണ്. സ്വാഭാവികമായി നമുക്കറിയാം, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവരുടെ MP-മാരെല്ലാം നിലവിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള MP-മാരെല്ലാം അടുത്ത ഘട്ടത്തിൽ ജയിച്ചു കയറുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എങ്ങനെ പോയി കഴിഞ്ഞാലും അതിൽ കുറച്ച് MP-മാർ പരാജയപ്പെടുക തന്നെ ചെയ്യും. ഈ 303 എന്നുള്ള സംഖ്യയിൽ സ്വാഭാവികമാണത്. അത് കൂടാതെ BJPക്ക് അവർക്ക് ഈ 370, അവര് ഇടയ്ക്ക് പറഞ്ഞിരുന്നത് 370 എന്ന സംഖ്യയിലേക്ക് എത്താൻ പോലും അവർക്ക് 63 പുതിയതായിട്ടുള്ള MP-മാർ വേണം. ഇവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട്. നേരത്തെ പ്രദീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ, പടിഞ്ഞാറൻ ഇന്ത്യയിലുമൊക്കെ അവർക്ക് വളരാവുന്നതിന്റെ മാക്സിമം അവർ വളർന്നു കഴിഞ്ഞു. ഇനി ഒന്നുകിൽ ആ സംസ്ഥാനങ്ങളിലൊക്കെ സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം, അതല്ലാതെ BJPക്ക് സീറ്റ് വർധനയ്ക്ക് സാധ്യതയില്ല. ഇനി ആകെ ഒരു ചെറിയ സ്കോപ്പ് ഉള്ളത് ഉത്തർപ്രദേശിൽ മാത്രമാണ്. കഴിഞ്ഞ തവണ അവർ നേടിയതിനേക്കാൾ ഒരു 10 സീറ്റുകൂടെ അധികം നേടിയാൽ പോലും അവിടുത്തെ ടാർഗറ്റ് പൂർത്തിയായി. ഒരു സംസ്ഥാനത്തുള്ള സീറ്റിലേ ലഭിക്കുകയുള്ളൂ. രാജസ്ഥാനും മധ്യപ്രദേശും അവർക്ക് മുഴുവൻ സീറ്റുകളും അവർ നേടുന്നു, ഗുജറാത്തിലെ മുഴുവൻ സീറ്റുകളും നേടുന്നു, ബീഹാറിൽ അവർ ഒരു സീറ്റ് ഒഴിച്ച് ബാക്കിയുള്ളവർ അവരുടെ സഖ്യം നേടുന്നു. ഇനി അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് ഈ ബംഗാളിൽ നിന്ന് 1-2 സീറ്റുകളോ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു 4 സീറ്റുകളോ, ഉത്തർപ്രദേശിൽ ഒരു 10 സീറ്റുകളോ മാത്രമാണ് ആ ഒരു ഹിന്ദി ഹൃദയഭൂമി അല്ലെങ്കിൽ ആ ഹിന്ദി ബെൽറ്റിന് അവർക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി BJPയും അടക്കമുള്ളവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് ദക്ഷിണേന്ത്യയാണ്. ദക്ഷിണേന്ത്യക്ക് എത്രത്തോളം ഈ BJPയുടെ 400 ഇല്ലെങ്കിൽ 370 എന്ന ആ ഒരു ടാർഗറ്റ് സംഭാവന ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും ഈ പറയുന്നതുപോലെ നരേന്ദ്രമോദി ആദ്യം 370 എന്നൊരു സംഖ്യ പറഞ്ഞത് ഒരുപക്ഷെ പ്രതിപക്ഷത്തെ ഒന്ന് ഭയപ്പെടുത്താനും കൂടുതലുള്ള പ്രവർത്തകർക്ക് കൂടുതൽ ആവേശം നൽകാൻ വേണ്ടിയിട്ടായിരിക്കണം. പക്ഷേ ഇന്നലെ രാഹുൽ ഗാന്ധി ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഡൽഹി രാംലീല മൈതാനിൽ പോലും പറയുന്നത് 400 സീറ്റ് ജയിക്കാൻ വേണ്ടി നരേന്ദ്രമോദി പല പദ്ധതികളും കണ്ടെത്തിയിട്ടുണ്ടെന്നും വലിയ സമ്പന്നരോട് പല ഗെയിം കളിക്കുന്നുണ്ട് എന്നൊക്കെ പോലുള്ള വലിയ രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്
BJP നിഷ്പ്രയാസം കേവല പുരുഷൻ നേടുമെന്ന് തന്നെയാണ്. അത് പടക്കിറങ്ങും മുമ്പേ അല്ല, ഇവിടെയാണ് തോറ്റ വിനയ് ഇവിടെ വിനയ ഒരു നിമിഷം ഞാൻ ഇടപെടുന്നു. ഇവിടെയാണ് നമ്മൾ ചർച്ചയുടെ ആദ്യം നമ്മൾ ചോദിച്ചത്, ഇവിടെ ശരിക്കും BJPയുടെ ആത്മവിശ്വാസം കൂടുന്നതാണോ അതോ പ്രതിപക്ഷം BJPക്ക് വിജയം ഒരുക്കുന്നതാണെന്നൊരു ചോദ്യം. ഇപ്പൊ വിനയ് പറഞ്ഞു വന്നത് ആ രീതിയിലാണ്. അതായത് രാഹുൽ ഗാന്ധി തന്നെയാണ്, അവരുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണത്. താങ്കൾ ബാക്കി പറഞ്ഞു. BJP ആദ്യം, ഞാൻ ശരിക്കും പറഞ്ഞാല് സ്വാഭാവികമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ആദ്യമാണ് BJPയുടെ 400 കടക്കുമെന്നുള്ള ചർച്ച തന്നെ ചെയ്യുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും വലിയ UPക്കെതിരെ വലിയ ജനകീയ രോഷവും ആം ആദ്മി പാർട്ടിയുടെ ഉദയവും ഒക്കെ ഉണ്ടായ സമയത്ത് പോലും ഒരു ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞിട്ട് വലിയ വിപ്ലവം നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടും കേരളത്തിൽ അന്നും ഗർഭം ശൂലം ഭ്രമണം ഒക്കെ തന്നെയാണ് വെച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും നരേന്ദ്രമോദിക്ക് ഒരു അത്ഭുതം ചെയ്യാൻ പറ്റില്ല, മോദി തരംഗമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് നരേന്ദ്രമോദി 282 സീറ്റുകൾ ജയിച്ചു. 2019 എന്താ പറയാ, 2018 ഡിസംബറിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സെമി ഫൈനൽ വിശേഷിപ്പിക്കുന്ന ഒരു ഇലക്ഷൻ ഉണ്ട്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ. ഈ ഇലക്ഷനെ ബാധിച്ചിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളോടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2018 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു വീഴ്ച സംഭവിച്ചു, പക്ഷെ വലിയ വീഴ്ച സംഭവിച്ചു. 2013 തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 3 സംസ്ഥാനങ്ങളിലും BJPക്ക് വലിയ കോട്ട സംഭവിച്ചു. സ്വാഭാവികമായിട്ടും ആ സമയത്ത് സർവ്വപടം എഴുന്നേറ്റ് പ്രതിപക്ഷങ്ങളും മാധ്യമങ്ങളും എല്ലാം കൂടെ പറഞ്ഞു BJP തോക്കാൻ പോവുകയാണ്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ പോവുകയാണ്. എന്നിട്ടും എന്താണ് സംഭവിച്ചത്? എന്നിട്ടും 303 സീറ്റ് BJPക്ക് ജയിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇത്തവണ 2023 ഡിസംബറിൽ നടന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ BJP വീണ്ടും ഈ 3 സംസ്ഥാനത്തും ശക്തമായി തിരിച്ചു വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളും എല്ലാവരും BJP ഈ 400 സീറ്റ് ജയിക്കുമെന്നുള്ള മോദി പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ചു തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ അത് വിശ്വസിച്ചുകൊണ്ടാണ് ചർച്ച നടത്തുന്നത്. മോദിക്കെതിരെയുള്ള ചർച്ചകൾ വളരെ കുറവാണ്. മിനിമം ആഴ്ചയിൽ 3 ചർച്ചകളെങ്കിൽ കേരളത്തിൽ ഇപ്പൊ BJP 350 കടക്കുമോ 400 കടക്കുമോ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. അതായത് BJP ഭരിക്കില്ല എന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് 2024 ജനുവരിയിൽ പോലും BJPക്കുള്ളിൽ ഈ സംശയം ഉണ്ടായിരുന്നു. 400 സീറ്റ് ജയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഭരിക്കാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ജനുവരിയിൽ അയോധ്യ രാമക്ഷേത്രം വരുന്നതും സ്വാഭാവികമായിട്ടും ഒരു വികാരം അവരുണ്ടാക്കുന്നതും. അതിനുശേഷം അവർ ഓരോ ദിവസവും തങ്ങളുടെ പ്രവർത്തകരെ ആത്മവിശ്വാസത്തിൽ എടുക്കാൻ വേണ്ടി നരേന്ദ്രമോദി ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. അപ്പൊ ആ ഹാർഡ് വർക്കിനനുസരിച്ച് പ്രതിപക്ഷം തകർന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇന്നലെ രാഹുൽ ഗാന്ധി രാംലീല മൈതാനിൽ നിന്ന് പറഞ്ഞത് 400 സീറ്റോട് കൂടി NDA അധികാരത്തിൽ വന്നാൽ അവർ ഭരണഘടന മാറ്റി എഴുതും, അതിനുശേഷം പ്രതിപക്ഷം ഇന്ത്യ കത്തിക്കുമെന്ന് പറഞ്ഞു. അതായത് അവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, BJP അധികാരത്തിൽ എത്തുമെന്നും 400 സീറ്റ് എത്തുമെന്നും അവര് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പരാജയം. അതാണ് ഞാൻ പറഞ്ഞത്, യുദ്ധത്തിന് മുമ്പേ ആയുധം നഷ്ടപ്പെട്ട ഒരു പടനായകന്റെ ഭാവം തന്നെയാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP കുറച്ചുകൂടെ ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണത്തെ 303 സീറ്റിനേക്കാൾ കൂടുതൽ BJP കിട്ടണമെങ്കിൽ BJPക്ക് വെസ്റ്റ് ബംഗാളിലും ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും അവർ പ്രതീക്ഷിക്കുന്ന ഒരു 2 അക്കം അധികം നേടാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ അവർക്ക് കൂടുതൽ സീറ്റ് നേടിയേ മതിയാവും അല്ലേ? സൗത്ത് ഇന്ത്യ തീർച്ചയായിട്ടും. പക്ഷെ സൗത്ത് ഇന്ത്യ പോലും കഴിഞ്ഞ തവണ ഒഡീഷയിൽ നമുക്ക് ഓൾറെഡി 6 സീറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 1 2 അതിൽ കൂടുതൽ അധികം കിട്ടില്ല. തെലങ്കാനയിൽ കഴിഞ്ഞ തവണ 4 സീറ്റ് ഉണ്ടായിരുന്നു. അതിലും ഈ പറഞ്ഞ അതൊരു 7 എത്താൻ കഴിയുള്ളൂ. പക്ഷെ തമിഴ്നാട്ടിൽ 0 അവിടെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഒരു ഒറ്റയ്ക്ക് 8 സീറ്റും PMKക്ക് 2 സീറ്റും അടക്കം 10 സീറ്റ് വരെ കിട്ടുമെന്നുള്ള ചർച്ചകൾ വരുന്നുണ്ട്. പക്ഷെ പലരും അത് വിശ്വസിക്കുന്നില്ല. പക്ഷെ അവിടുത്തെ ഒരു ജനങ്ങളുടെ അങ്ങോട്ട് സംസാരം ഉണ്ട്. കാരണം അണ്ണാമല ഒറ്റയ്ക്കെടുത്തൊരു തീരുമാനമാണ്. കാരണം അദ്ദേഹത്തിന്റെ എന്താ പറയുക, പല രീതിയിലും ഒരു സംസ്ഥാനം ഭരിച്ചിരുന്ന ഒരു പാർട്ടിയെ പോലും അയാളുടെ ഒരു ഒറ്റ വിശ്വാസത്തിന്റെ പുറത്ത് മാറ്റി നിർത്തി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയും ഈ പറഞ്ഞ പോലെ അവിടുത്തെ 19 സ്ഥാനാർത്ഥികളെയും, അതായത് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ പോലും അണ്ണാവർ നിശ്ചയിച്ച ആളുകളാണ് മത്സരിക്കുന്നത്. ഇതിന്റെ നമുക്ക് ദക്ഷിണേന്ത്യയിലേക്ക് അടുത്ത റൗണ്ടിലേക്ക് വരാം. നമുക്ക് ഈ ആദ്യത്തെ ഇതിൽ നമുക്ക് ഈ പ്രചരണത്തിന്റെ കാര്യത്തിലേക്ക് പോയിട്ട് നമുക്ക് അതിലേക്ക് വരാം. അതായത് പ്രദീപ് കുമാർ, ഇവിടെ ഈ വിനയ് പറഞ്ഞ ഒരു വളരെ പ്രസക്തമായ കാര്യമുണ്ട്. ശരിക്കും BJPക്കാർക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അവർക്ക് വലിയൊരു അങ്കലാപ്പ് തന്നെയുണ്ട്. ഈ 400 സീറ്റ് കടക്കുമോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്കലാപ്പ് ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് അവർക്ക് കൊണ്ട് എല്ലാ ആയുധങ്ങളും വെച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയിലാണ് പ്രതിപക്ഷം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ BJPയുടെ പ്രചരണം നോക്കിയാൽ അവിടെ നരേന്ദ്രമോദി ഒറ്റയ്ക്കാണ് ഈ പ്രചരണം മുഴുവൻ കൊണ്ടുപോകുന്നതും ഈ പ്രവർത്തകർക്കും അണികൾക്കും
ആവേശം പകർന്ന് മുൻപോട്ട് കൊണ്ടുവന്നു. എന്നാൽ ബി ജെ പി സംബന്ധിച്ച് അവർക്ക് ഒരു ഡസൻ അല്ല, ഒരു 40-50ഓളം നല്ല നല്ല അടിപൊളി ആയിട്ടുള്ള നേതാക്കന്മാരുണ്ട് എങ്കിൽ പോലും നരേന്ദ്രമോദി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവർ പോകുന്നത്. ആ ഒരു ഒറ്റ വ്യക്തിയാണ് ഇന്ത്യയിൽ മുഴുവൻ യാത്ര ചെയ്ത് എല്ലാ റാലികളിലും പങ്കെടുത്ത് ജനങ്ങൾക്ക് ആവേശം കുതിരിക്കൊണ്ട് മുൻപോട്ട് പോവുകയും ഈ ബി ജെ പിക്ക് ഉത്തേജനം പകരുകയും ചെയ്തത്. പക്ഷെ നേരെ മറിച്ച് ഇതുപോലെ തന്നെ അനവധി നേതാക്കളുണ്ട് INDA മുന്നണിക്ക്. രാഹുൽ ഗാന്ധി മാത്രമല്ല, മമതയുണ്ട്, അനവധി നേതാക്കളുണ്ട്. പക്ഷെ അവിടെ ഈ പ്രചരണത്തിന്റെ ഒരു കുന്തമനയാകാനായിട്ട് രാഹുൽ ഗാന്ധി കഴിയുന്നില്ല, മറ്റാർക്കും കഴിയുന്നില്ല, ഇത് തടയിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ യാഥാർത്ഥ്യം. അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പരാജയം സമ്മതിക്കുന്ന നിലയിലാണ് പ്രതിപക്ഷത്തുള്ള പടനായകർ എന്ന് പറയേണ്ടി വരും. അവിടെ ആരും മോശക്കാരില്ല, എല്ലാവരും ഒന്നിനൊന്നും മികച്ച നേതാക്കൾ തന്നെയാണ്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എണ്ണം പറഞ്ഞ നേതാക്കൾ തന്നെയാണ് INDA മുന്നണിയിലുള്ളത്. അതിൽ ആരും മോശക്കാരില്ല. അവിടെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒറ്റ വ്യക്തി നിന്നിട്ട് ഈ ഫൈറ്റ് മുഴുവൻ നടത്തും. അതായത് പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആ നേതൃത്വത്തിന്റെ ഒരു പരാജയമായിട്ട് താങ്കൾക്ക് അതിനെ വിലയിരുത്താൻ കഴിയും? ബിജു, ഇവിടെ വിനയം പറഞ്ഞത് നമ്മൾ ഇന്നലെ ഇന്ത്യ മുന്നണി രാംലീല മൈതാനിയിൽ നടത്തിയ പൊതുസമ്മേളനവും പ്രകടനവും, ആ പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച നേതാക്കന്മാർ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെയാണല്ലോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്ന് വരുന്നത്. രാഹുൽ ഗാന്ധി പരാജയം സമ്മതിച്ചിരിക്കുന്നു. ഇതാണല്ലോ വിനയനും ചില വാർത്താ മാധ്യമങ്ങളും ഒക്കെ വളച്ചൊടിച്ചുകൊണ്ട് പറയുന്നത്. പരാജയം സമ്മതിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിക്കും പഠിക്കണം. രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താ? 400 സീറ്റ് നേടിയാൽ, അതായത് BJPയും ഇവിടെ മുമ്പ് നമ്മൾ സംസാരിച്ചതുപോലെ BJPയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു 400-ലധികം, 400+. ബിജു പറഞ്ഞതാണല്ലോ 400+. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 400+ വന്നാൽ വീണ്ടും ഭരണം വന്നാലുള്ള ആപത്ത്, 400+ വന്നാലുള്ള അത്യാപത്ത്, ഇതാണ് രാഹുൽ ഗാന്ധി അവിടെ വിവരിച്ചത്. അല്ലാതെ 400 സീറ്റോ ഭരണമോ BJP നേടുമെന്നല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആദ്യമായി തന്നെ പ്രചരണ രംഗത്ത് BJP എടുത്തിരിക്കുന്ന പ്രചരണം നമുക്കറിയാമല്ലോ. വ്യാപകമായി പ്രധാനമന്ത്രിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ, ബിജു പറഞ്ഞതുപോലെ നിരവധി നേതാക്കന്മാരുണ്ടെങ്കിലും പ്രധാനമന്ത്രിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, അവർക്ക് വേറെ ഒന്നുമില്ല പറയാൻ. BJPയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി കരുത്തനായ നേതാവ്, ലോകം അറിയപ്പെടുന്ന നേതാവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണമാണല്ലോ. ആ പ്രചരണത്തെ മാത്രം ഊന്നിക്കൊണ്ട് രാജ്യവ്യാപകമായി 400+ എന്ന നിലയിലേക്ക് എത്തുന്നു എന്ന് വന്നതിന്റെ ഒരു ഭവിഷ്യത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക. BJP വീണ്ടും 400-ലധികം സീറ്റുമായി അധികാരത്തിൽ വന്നാലുണ്ടാകാവുന്ന ഒരു ഭവിഷ്യത്തിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് BJP അധികാരത്തിൽ വരുമെന്നോ ആദ്യം തന്നെ ഇന്ത്യ മുന്നണി പരാജയം സമ്മതിച്ചിരിക്കുന്നോ എന്നൊക്കെ രീതിയിലേക്കുള്ള പ്രചരണവും ആ അർത്ഥത്തിലേക്ക് ഇതിനെ വളച്ചൊടിക്കുകയും ചെയ്യരുത് എന്നാണ് എനിക്ക് വിശദമായി പറയാനുള്ളത്. മറ്റൊന്ന്, ദേശീയ തലത്തിൽ ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് കൂടുതലായി യോജിക്കുവാനും കൂടുതലായി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുവാനും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാധ്യതയിലേക്ക് എത്തിച്ചേരുന്ന നിരവധി ദേശീയ മുന്നണിക്ക് അനുകൂലമായ നിലപാടുകളാണ് BJP സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളിലും നമുക്കറിയാമല്ലോ, പല കാര്യങ്ങളിലും നിരവധിയായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒറ്റ കാര്യത്തിലേ യോജിപ്പുള്ളൂ. BJP ഭരണത്തിലുള്ള ശക്തമായ വിയോജിപ്പ് മാത്രമാണ് ഈ ദേശീയ മുന്നണി, ഇപ്പം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം യോജിപ്പിൽ എത്തിച്ചേരുന്ന ഒരു കാര്യം. മറ്റു പല കാര്യങ്ങളിലും വ്യത്യസ്തമായി അഭിപ്രായ വ്യത്യാസങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടിയും മുന്നണികളുമാണ് ഇന്ന് യോജിച്ചിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്കറിയാമല്ലോ, ബിജുവിനറിയാമല്ലോ. അതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകൾ നിന്നുകൊണ്ട് തന്നെ, പക്ഷേ കേജ്രിവാളിന്റെ അറസ്റ്റോടുകൂടി രാജ്യവ്യാപകമായി അത്തരത്തിലൊരു യോജിപ്പും ഒരു കൂടുതൽ ഉന്മേഷത്തോടു കൂടി ഈ BJP എതിർക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മുന്നണി വളർന്നു വരുന്നു എന്നതാണ് രാജ്യവ്യാപകമായി കാണാൻ കഴിയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ പ്രദീപ് കുമാർ, ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇവിടെ നേരത്തെ വിനയ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്, താങ്കൾ ഇപ്പോൾ അതിനെ കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ദേശീയ തലത്തിൽ ഉള്ള രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളാണ് BJPയും കോൺഗ്രസും. അതായത് BJP എതിരിടാൻ തക്ക കരുത്തുള്ള പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. തകർന്ന് തരിപ്പണമായെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. കാരണം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇപ്പോഴും വേരുകളുള്ള പാർട്ടിയാണ്. അവർ അല്പം ദുർബലമായി പോയി. അത് അവരുടെ നേതൃത്വത്തിന്റെ ഒരു പോരായ്മയാണെന്ന് മാത്രമാണ് ഇപ്പോഴും ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. കാരണം നാളെ ഒരു സമയത്ത് കോൺഗ്രസ് ശക്തമായി ഉയർന്നു വരാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നു. പക്ഷെ ഇവിടെ കോൺഗ്രസ് എടുക്കുന്ന ചില തീരുമാനങ്ങൾ ആണ് പലപ്പോഴും BJPക്ക് വലിയ വിജയങ്ങൾ സമ്മാനിക്കുന്നത്, അല്ലെങ്കിൽ BJPയുടെ വളർച്ച സഹായിക്കും. ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാൻ കഴിയും. കാരണം ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. അതായത് ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത്.
പക്ഷെ രാഹുൽ ഗാന്ധി തുടക്കത്തിൽ ചെയ്തത് എന്താണ്? അവിടെ മത്സരിക്കാതെ, കാരണം അവിടെ മത്സരിച്ചിരുന്നു എങ്കിൽ ആ സംസ്ഥാനത്തുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും കുറച്ചുകൂടി ആവേശം ഉണ്ടാക്കുവാൻ കഴിയുമായിരുന്നു. നമ്മൾ ആദ്യം ഘട്ടത്തിൽ കേട്ടത് നരേന്ദ്രമോദി ദക്ഷിണേന്ത്യ ഒരു മണ്ഡലത്തിൽ കൂടെ മത്സരിക്കും, പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം വാരണാസി മത്സരിച്ചു. അവിടെ നിന്നാണ് രാഹുൽ ഗാന്ധി 20 സീറ്റുള്ള കേരളം, അത് തെക്കേ മൂലയ്ക്ക്, തെക്കേ അറ്റത്ത്. ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ പോയി ഓടി നടന്ന് പ്രചരണം നടത്തേണ്ട ഒരു നേതാവാണ്, അല്ലാതെ വയനാട് മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് മാത്രമല്ല. അവിടെ നിന്നാണ്, ഈ തെക്കേ അറ്റത്തുള്ള വയനാട് നിന്നാണ് അദ്ദേഹം കാശ്മീർ വരെ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ഒരു 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 വലിയ ബുദ്ധിമുട്ട്. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ അദ്ദേഹം മത്സരിക്കുന്നതുകൊണ്ട് എന്ത് ഒരു സന്ദേശമാണ് അദ്ദേഹത്തിന് മുന്നണിക്ക് നൽകാൻ കഴിയുന്നത്? കാരണം കർണാടകത്തിന് അപ്പുറത്തേക്ക് അതിൽ വേറെ, കാരണം കർണാടകത്തിൽ മാത്രമേ ഉള്ളൂ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് ശക്തമായി നിൽക്കുന്നു എന്ന് പറയാം. പിന്നെ തെലങ്കാനയുണ്ട്, തമിഴ്നാട്ടിലൊക്കെ നിങ്ങൾ ജൂനിയർ പാർട്ണർ മാത്രമാണ്. ഇതൊക്കെ ചില പോരായ്മ, നേതൃത്വത്തിന്, കോൺഗ്രസ് നേതൃത്വത്തിന് ചില പോരായ്മകൾ, ഇല്ലെങ്കിൽ ഒരു അറിവില്ലായ്മ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള ലീഡർമാരുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് ഒരിക്കലും അറിവില്ലായ്മ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അവിടെ ചില ഇങ്ങനത്തെയുള്ള ചില തീരുമാനങ്ങൾ അത് BJP കൂടുതൽ സഹായിക്കുകയല്ല ചെയ്യുന്നത്. ഇത് പിന്നെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണയും നമ്മുടെ പിന്നെ ഇവിടെ നിന്നെ വയനാട് നിന്നാണല്ലോ അദ്ദേഹം MP ആയത്. അദ്ദേഹം അവിടെ അമേഠിയിലും മത്സരിച്ചു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴും പിന്നെ ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്തിട്ടില്ല പൂർണ്ണമായി. അതുകൊണ്ട് പിന്നെ ബിജു പറഞ്ഞതുപോലെ ഇപ്പൊ വയനാട് നിന്ന് കാശ്മീരിലേക്ക് എത്തിച്ചേരുക, അല്ലെങ്കിൽ വയനാട് മത്സരിക്കുന്ന ഒരാള് കാശ്മീരിലേക്ക് എത്തിച്ചേരുക, ഇതൊന്നും ഇപ്പൊ ഈ പുതിയ യുഗത്തിൽ പറയുന്ന വലിയ പ്രയാസകരമായ കാര്യമൊന്നുമല്ല. ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഓടി നടന്ന് പ്രചരണം നടത്താൻ കരുത്തും ശേഷിയും ശേമൂഷിയും ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് ആ പ്രചരണത്തിലൊന്നും വയനാട് മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വയനാട് കുറച്ച് ദിവസം മാത്രം അദ്ദേഹം സ്ഥാനാർത്ഥി പര്യടനം മാത്രം നടത്തിയാൽ മതി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കും. അതൊന്നും ഒരു സംശയമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഉത്തർപ്രദേശ് മുഴുവൻ ഇല്ല, രാഹുൽ ഗാന്ധി മത്സരിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഉത്തർപ്രദേശ് മുഴുവൻ BJPക്ക് അനുകൂലമായി മാറുമെന്നും രാഹുൽ ഗാന്ധി മത്സരിച്ചാലും BJPക്ക് അനുകൂലമായി മാറുകയില്ല എന്നുള്ള കാഴ്ചപ്പാടൊന്നും കോൺഗ്രസിനില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് സാർവത്രികമായി BJPക്കെതിരെ ഇന്ത്യ മഹാരാജ്യത്താകമാനം കഴിയുന്നത്ര ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുക. അത്തരത്തിൽ മത്സരിച്ച് മാക്സിമം സീറ്റുകൾ വിജയിച്ച് BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ഏക അജണ്ടയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം. അതിനുവേണ്ടിയുള്ള എന്ത് വിട്ടുവീഴ്ചയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തും എന്നതിന്റെ തെളിവുകളാണ് ഇന്ന് നമുക്ക് ഇന്നലെ പിന്നെ ഡൽഹിയിൽ കണ്ടത്. അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പോകും. ശ്രീ വിനയ്, ഇതിനകത്ത് ഇവിടെ ഒരു വലിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. കാരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 2014 അദ്ദേഹം അധികാരത്തിൽ വന്ന് 282 സീറ്റ് നേടിക്കൊണ്ടാണ്. 2019 അദ്ദേഹം 303 സീറ്റ് നേടി. പക്ഷെ 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി അല്ല ഇന്ന് അദ്ദേഹം ലോകത്ത് മുഴുവൻ ഉള്ള ഒരു വലിയ ലീഡറായി മാറി, ഇന്ത്യയുടെ വലിയ ഒരു ആവേശമായി മാറി. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇനി 303 മുകളിൽ ഈ 400 എന്ന് പറയുന്ന ഒരു സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ആ ഇപ്പോഴത്തെ ഇമേജിന് അത് യോജിക്കുകയുള്ളൂ എന്നൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. കാരണം ഈ സീറ്റ് 300-ന് അടുത്തോ 300-ന് താഴെയോ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സന്ദേഹം ഇരുന്നത് കൊണ്ടാകണം ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതൊക്കെ ഈ അയോധ്യ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളും മറ്റൊക്കെ നേരത്തെ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏതായാലും 400 സീറ്റ് എന്നുള്ളത് ഒരുപക്ഷെ BJP വെറുതെ പറയുന്നതല്ല. ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ ഇമേജ് വെച്ചിട്ട് അവർ കണക്ക് കൂട്ടുന്ന സീറ്റുകളാണ്. ആ മിനിമം ഒരു 350 സീറ്റിന് മുകളിലെങ്കിലും എത്തിയേ പറ്റൂ. കാരണം 2014 മോദിയല്ല 2019 മോദിയല്ല 2024 എത്തും. പക്ഷെ ഇവിടെ നമുക്ക് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം, ദക്ഷിണേന്ത്യയിൽ നിന്ന് സീറ്റുകൾ ലഭിക്കാതെ ഈ പറയുന്ന ടാർഗറ്റിൽ എത്തുക പ്രയാസകരമാണ്. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ BJP അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം ഇനി അതിൽ നിന്നും അധികമായി ഒരു സീറ്റ് പോലും അവർക്ക് നേടാനില്ലാത്ത സാഹചര്യം. ഇവിടെയാണ് 39 സീറ്റുള്ള തമിഴ്നാട്, 25 സീറ്റുള്ള ആന്ധ്രാപ്രദേശ്, 17 സീറ്റുള്ള തെലങ്കാന, 20 സീറ്റുള്ള കേരളം. ഈ ഒരു ചോദ്യത്തിനാണ് ഉത്തരം നമ്മൾ തേടുന്നത് പ്രധാനമായിട്ടും. ദക്ഷിണേന്ത്യയിൽ BJP പറയുന്നത് പോലെ ഇല്ലെങ്കിൽ അവർക്ക് എന്ത് പ്രതീക്ഷിക്കാൻ കഴിയും? കഴിഞ്ഞ തവണ അവർക്ക് ലഭിച്ചത് 31 സീറ്റുകളാണ്. ഏതാണ്ട് 136 സീറ്റുകൾ അവർക്ക് ആകെ ലഭിച്ചത് 31 സീറ്റുകൾ മാത്രമാണ്. ഇത്തവണ അതിനേക്കാൾ അപ്പുറം എവിടെ നിന്നൊക്കെ ഈ ദക്ഷിണേന്ത്യയിൽ ഈ BJPക്ക് സീറ്റ് ലഭിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ദക്ഷിണേന്ത്യ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ BJP 2014 അധികാരത്തിൽ വരുമ്പോൾ ബംഗാളിൽ BJP കൊണ്ടായിരുന്ന ഒരു സീറ്റാണ്. വെസ്റ്റ് ബംഗാളിൽ BJP കൊണ്ടായിരുന്ന ഒറ്റ സീറ്റ്, 2 സീറ്റാണ്. കേൾക്കുന്നുണ്ടോ? 3 2 സീറ്റ്.
വെസ്റ്റ് ബംഗാളിൽ 2 സീറ്റ് ഉണ്ടായിരുന്നു. നിയമസഭാ സീറ്റുകളുടെ 2014. എണ്ണമാണ് നിയമസഭാ സീറ്റുകളുടെ എണ്ണമാണ് പറയുന്നത്. ലോക്സഭ ലോക്സഭ. സീറ്റ് ഓക്കെ ലോക്സഭാ സീറ്റ് ഉണ്ടായിരുന്ന 2 മാത്രമായിരുന്നു. പക്ഷെ 2019 അത് 18 വർദ്ധിപ്പിച്ചു. തെലങ്കാനയിൽ 1 ഉണ്ടായിരുന്നത് 3 വന്നു. ഒഡീഷയിൽ 1 ഉണ്ടായിരുന്നത് 6 വന്നു. അപ്പൊ അദ്ദേഹം തെലങ്കാന 4 ബിജെപിയുടെ സീറ്റ് 4 ഇപ്പൊ 4 ഞാൻ പറഞ്ഞ 2014 1 ഉണ്ടായിരുന്നു. 19 4 ഒഡീഷയിലും 2014 1 ഉണ്ടായിരുന്നുള്ളൂ. 2019 ആയപ്പോഴത്തേക്കും അത് 6 7 ആക്കി മാറ്റി. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഉദ്ദേശം പറഞ്ഞത് ഇപ്പൊ 8 പറയാം. അപ്പൊ ദക്ഷിണേന്ത്യയിൽ ആകെ അങ്ങ് പിടിച്ചടക്കാം എന്നുള്ള ഒരു ധാരണയൊന്നും പുള്ളിക്കില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ നരേന്ദ്രമോദി വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകമായ രീതിയും സൗത്ത് ഇന്ത്യൻ വിഘടനവാദവും ഇവിടുത്തെ കുറച്ചുകൂടെ രാഷ്ട്രീയ എന്താ പറയാ ദിവസവും ഈ പറഞ്ഞ 20-40 മാധ്യമങ്ങളുടെ പിന്നാലെ നടക്കുന്ന ജനങ്ങളെയൊക്കെ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നരേന്ദ്രമോദിക്ക് ഒരു 350 സീറ്റ് വിജയം അർഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഫലമാണത്. കാരണം ഇപ്പൊ നമ്മുടെ പ്രതിപക്ഷത്തോട് ചോദിക്കുകയാണ് എന്തിന് നരേന്ദ്രമോദിക്കെതിരെ വോട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഇവർക്ക് പറയാൻ പറ്റുന്നത് മണിപ്പൂര്, ഗർഭം, ശൂലം, ദുർഗുണം ഇതൊക്കെ പറയാൻ പറ്റും. അല്ലാതെ നരേന്ദ്രമോദിക്കെതിരെ വ്യക്തമായ ഒരു സംഭവം ഇന്ന കാരണം കൊണ്ട് ജനങ്ങൾ മോദിക്ക് വോട്ട് ചെയ്യരുതെന്ന് പറയാനുള്ളൊരു പോയിന്റ് ഇല്ല. അതാണ് സത്യം, മനസ്സിലായി. അതേസമയം എന്തിന് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാൻ ആയിരക്കണക്കിന് പോയിന്റ് അയാളുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ആദ്യത്തെ 5 വർഷത്തിൽ ഈ കോൺഗ്രസ് സർക്കാരിന്റെ മുൻ സർക്കാരുകളുടെ കാലത്തുണ്ടാക്കിയ ദോഷങ്ങൾ, അതായത് അവർ ചെയ്യാതിരുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് മോദി ചെയ്തത്. അതായത് വൈദ്യുതി ഇല്ലാത്ത വീടുകളിൽ വൈദ്യുതി എത്തിച്ചു, ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിച്ചു, ഗ്യാസ് കൊടുത്തു, ടോയ്ലറ്റ് ഉണ്ടാക്കി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സാധാരണ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നതാണ് നരേന്ദ്രമോദി ചെയ്തു കൊടുത്തിട്ട് ജനങ്ങളുടെ വിനയ് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. കാരണം ബിജെപിക്ക് ഇതുവരെ അങ്ങനെ ഒരു കടന്നു ചെല്ലാൻ പറ്റാത്ത 2 സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. ഈ 2 സംസ്ഥാനങ്ങളിൽ മാത്രമായി 59 സീറ്റുണ്ട്. താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഈ 59 സീറ്റുകളിൽ കേരളം അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ ബിജെപിക്ക് ലഭിക്കാൻ സാധ്യത? അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പറയണം. കേരളമായിട്ട് പറയണം, തമിഴ്നാട്ടായിട്ട് പറയണം. തീർച്ചയായിട്ടും പറയാം. അതെന്താ വെച്ചാല് നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്ന 370 സീറ്റ് ഉണ്ടല്ലോ. നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്ന 370 സീറ്റിൽ നരേന്ദ്രമോദി കാണുന്നത് കേരളത്തിൽ നിന്ന് 5 സീറ്റും തമിഴ്നാട്ടിൽ നിന്ന് 15 സീറ്റുമാണ്. ഈ 370 ടാർഗറ്റ് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണം. കാരണം ഇത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണം. നരേന്ദ്രമോദി 370 ടാർഗറ്റ് ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് 4-5 സീറ്റും തമിഴ്നാട്ടിൽ നിന്ന് 15 സീറ്റുമാണ്. കേരളത്തിൽ കിട്ടാൻ സാധ്യതയുള്ള എത്രയാണ്? ചിലപ്പോൾ 2 ആയിരിക്കാം, 3 ആയിരിക്കാം, ചിലപ്പോൾ ഒന്നും കിട്ടില്ലായിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഈ രാജ്യത്ത് ആകെയുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ 297 സീറ്റ് ബിജെപി കൺഫേം ആയിട്ട് കിട്ടും. അതിൽ 100% ഉറപ്പാണ്. അതിനകത്ത് യാതൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഈ വർഷയ്ക്ക് കുറച്ച് മുമ്പ് വരെ ബിജെപിക്ക് 260 സീറ്റേ കിട്ടുള്ളൂ എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. കാരണം ഒറ്റയ്ക്ക് കേവല പുരുഷൻ കിട്ടത്തില്ല, ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സഖ്യകക്ഷിയുടെ പിന്തുണ വേണ്ടിവരും എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ പിന്നീട് ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് തന്നെ മണ്ടത്തരങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന് ചേട്ടൻ പറഞ്ഞ പോലെ ഇന്ത്യയിലാകെ വേരുകളുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ ചിലതിനെങ്കിലും നല്ലതെന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങളെ വിമർശിച്ചാൽ അത് വിശ്വസിക്കാൻ ജനങ്ങൾക്ക് ഒത്തിരി ബോധം. കാരണം എല്ലാത്തിനെയും നമ്മൾ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവ പറയുന്നത് ശരിയാണെങ്കിൽ പോലും മണ്ടത്തരമാണെന്ന് ചിന്തിക്കുന്ന ആളുകളിലേക്ക് വന്നിരിക്കുന്നു. അതായത് ഞാൻ ശരിക്കും പറഞ്ഞാൽ 2020 മുതൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഗ്യാസിന് സബ്സിഡി കിട്ടുന്നില്ല. പക്ഷെ അതുപോലും ഈ നാട്ടിലെ സാധാരണക്കാർ പ്രശ്നമാക്കുന്നില്ല. കാരണം ഇവർ പറയുന്നത് എല്ലാം നുണയായതുകൊണ്ട് ഏതാണ് സത്യം, ഏതാണ് നുണ, ഏതാണ് ജനങ്ങളെ ശരിക്കും ബാധിക്കുന്നതെന്ന് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതേസമയം ചില കാര്യങ്ങൾ നല്ലതാണ്, അത് ചെയ്തത് നന്നായി എന്ന് പറഞ്ഞതിന് ശേഷം 2020 മുതൽ നിങ്ങൾക്ക് ഗ്യാസിന്റെ സബ്സിഡി കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ജനങ്ങളൊന്നും ചിന്തിക്കും, ശരിയാണല്ലോ ഈ ഗ്യാസിന്റെ സബ്സിഡി കിട്ടുന്നില്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞ ജനങ്ങൾക്ക് അതിൽ പോലും ഒരു കുറ്റം തോന്നുന്നില്ല. അതിന് കാരണം എന്ന് പറഞ്ഞത് കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. നരേന്ദ്രമോദിയുടെ കാലത്ത് അവർക്ക് കോവിഡ് സമയത്ത് വന്ദേ ഭാരതിൽ അവരുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചെത്തിച്ചു സൗജന്യമായിട്ട്. റഷ്യൻ യുദ്ധ സമയത്ത് നമ്മുടെ നാട്ടിലെ കുട്ടികളെ വീട്ടിലെത്തിച്ചു. അവർക്ക് ഈ പറഞ്ഞ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ രക്ഷകർത്താവിനെ പോലെയാണ് ചിലർക്ക്. അപ്പൊ പറയും ജലജീവൻ പദ്ധതി പ്രകാരം 2 അദ്ദേഹം രാജ്യത്താകെ എത്രയോ കോടി കുടുംബങ്ങളിൽ വെള്ളം കൊടുത്തു. കേരളത്തിൽ പറയുമ്പോൾ പറയും ഞങ്ങൾക്ക് വലിയ കാരണം എല്ലാ വീട്ടിലും കിണറുള്ള പൈപ്പ് വെള്ളം ലഭിക്കുന്ന കേരളത്തിൽ അതൊരു പുതുമയല്ല. പക്ഷേ ചൂടുവെള്ളം പോലും
ഐസായി പോകുന്ന ലഡാക്കിലും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും കാശ്മീരിലും ഒക്കെ പ്രത്യേക തരം, അതായത് ഈ ചൂടായിട്ട് ഒഴുകാൻ പറ്റുന്ന തരത്തിൽ പ്രത്യേക പൈപ്പുകളിലൂടെ ഈ വെള്ളം അവിടെ വീട്ടിലെത്തിക്കുന്ന അവർക്ക് ഈ വെള്ളം ലഭിക്കുന്നത് നരേന്ദ്രമോദി ഈശ്വരതുല്യനാണ്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ അസ്തിത്വം കോൺഗ്രസ് പണയം വെച്ചു. അതാണ് ഇവർക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ കുഴപ്പം. അതായത് തമിഴ്നാട്ടില് അണ്ണാമല കാണിക്കുന്ന ഒരു ധൈര്യമുണ്ട്. അതായത് അവിടെ മുൻകാലത്ത് എത്രയോ കാലമായിട്ട് സംസ്ഥാനം ഭരിക്കുന്നവ ADMK എന്ന് പറഞ്ഞൊരു പാർട്ടിയെ സഖ്യകക്ഷി വേണ്ടെന്ന് വെച്ച് എന്തുകൊണ്ട് അണ്ണാമല മുന്നോട്ട് വെക്കുന്ന അഴിമതി വിരുദ്ധ ഒരു പ്രതിച്ഛായക്ക് ADMK കൂടെ നിർത്തിയ പല വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്നതുകൊണ്ട് അണ്ണാമല IDMK മാറ്റി നിർത്താൻ കാണിച്ച ഒരു ധൈര്യം വെറും 3 സീറ്റിന് വേണ്ടി കെജ്രിവാളിന് വേണ്ടി കോൺഗ്രസ് ഇല്ലാക്കി കളഞ്ഞു. നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന മറ്റൊരു കാര്യങ്ങളുണ്ട്. ഈ ഇലക്ഷൻ തീയതികളിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ വെച്ചാല് ഡൽഹി ഇലക്ഷൻ എന്ന് പറഞ്ഞത് മെയ് 25-ാം തീയതിയാണ് ഡൽഹി ഇലക്ഷൻ. പഞ്ചാബ് ഇലക്ഷൻ എന്ന് പറയുന്നത് ജൂൺ 1-ാം തീയതിയാണ്. ഡൽഹിയിൽ ഒരുമിച്ച് മത്സരിക്കുന്ന കോൺഗ്രസും ആം ആദ്മിയും 6 ദിവസങ്ങൾക്ക് ശേഷം പഞ്ചാബിൽ എതിർത്ത് മത്സരിക്കേണ്ടതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ 7 സീറ്റ് 2014-ലും 19-ലും ജയിച്ച ഡൽഹിയിൽ BJPക്ക് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ഒന്നിച്ച് മത്സരിച്ചാൽ ഒരുപക്ഷെ 3 സീറ്റ് നഷ്ടപ്പെട്ടേക്കും. എന്നാൽ പോലും അവർക്ക് ഭരിക്കുന്നതിന് ഇതൊരു വിഷയമേ അല്ല. ഡൽഹിയിലെ 4 സീറ്റ് നഷ്ടപ്പെടുന്ന 3 സീറ്റ് തോറ്റു പോകുന്ന ഒരു വിഷയമേ അല്ല. പക്ഷെ കോൺഗ്രസ് വെറും 3 സീറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് കെജ്രിവാളിനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത്. കെജ്രിവാളിന്റെ അഴിമതിയെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു, കെജ്രിവാളിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നു, മറ്റ് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാതെ കള്ളന്മാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഗതികേടിലാണ് കോൺഗ്രസ്. എന്തിനാണ്? ഡൽഹിയിലെ വെറും 3 സീറ്റിന് വേണ്ടി കിട്ടുമെന്നുള്ള മത്സരിക്കാൻ കിട്ടിയ 3 സീറ്റാണ്. അതിൽ തന്നെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. 7 ദിവസം കഴിഞ്ഞാൽ പഞ്ചാബിൽ പോയിട്ട് ഇതേ ആം ആദ്മി പാർട്ടിക്കെതിരെ പ്രചരണം നടത്തേണ്ടതാണ്. ആ പൊളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നരേന്ദ്രമോദി കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് മുമ്പിൽ കെജ്രിവാളിനെ പോലും വിശ്വസിച്ചിരുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. കാരണം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. ആദ്യത്തെ 2 ദിവസത്തിലോ 3 ദിവസത്തിലോ ജാമ്യം കിട്ടിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് പറഞ്ഞേനെ. അത് ഒരു ജനങ്ങൾ കേൾക്കാം. എന്റെ കൂടെ തന്നെ BJPയിലുള്ള നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാർ തന്നെ പറയാറുണ്ട് ഇതുപോലെ. അല്ല വിനയ് ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കേസ് ആദ്യം കൊണ്ടിരുന്നത് പരാതി കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. ഈ അഴിമതി പുറത്ത് കൊണ്ടുവരുന്നത് കോൺഗ്രസ് തന്നെയാണ്. തീർച്ചയായിട്ടും ആ ക്രെഡിറ്റ് അവർക്ക് നൽകിയാൽ മതിയാകും എന്തായാലും. അതാ ഞാൻ പറഞ്ഞ ആ ക്രെഡിറ്റ് അവർക്ക് കിട്ടിയാനേ. ഇപ്പൊ ഈ ഒരു 3 സീറ്റിന് വേണ്ടി കെജ്രിവാളിന് വേണ്ടിയിട്ട് അവിടെ പോയി സമരം ചെയ്യാതെ ഈ വിട്ടിവേഷം കെട്ടിയില്ലായിരുന്നെങ്കിൽ പഞ്ചാബിലെങ്കിലും ഇവർക്ക് 2 സീറ്റ് അധികം കിട്ടിയാന്. ഞാനതാ പറഞ്ഞ ഡൽഹിയിൽ ഈ പറഞ്ഞ സീറ്റ് കിട്ടില്ലായിരിക്കാം, പക്ഷെ പഞ്ചാബിലെങ്കിലും കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ കെജ്രിവാളിനെതിരെ സംസാരിച്ച ഞങ്ങളാണ്, കെജ്രിവാളിന്റെ അഴിമതി പുറത്തുകൊണ്ടുള്ള ഞങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പഞ്ചാബിലെങ്കിലും 4 സീറ്റ് അധികം കിട്ടുമായിരുന്നു. അതുകൂടി നശിപ്പിക്കാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ADMK കൂടെ നിർത്താതിരിക്കാൻ അണ്ണാമല കാണിച്ച ബുദ്ധി രാഹുൽ ഗാന്ധിക്ക് ദേശീയ തലത്തിൽ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന്റെ മണ്ടത്തരങ്ങൾ കൊണ്ടാണ് കോൺഗ്രസ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിക്ക് ആത്മവിശ്വാസത്തോടുകൂടി 400 കടക്കുമെന്ന് പറയാൻ പറ്റുന്നത്. ഒരു കാര്യം കൂടെ ചേട്ടാ ഞാൻ പറയാം. നരേന്ദ്രമോദി 400 കടക്കുമെന്ന് പറയുമ്പോ 400 കടക്കുമെന്ന് പറയുമ്പോ അദ്ദേഹം പറഞ്ഞത് 370 എനിക്കും 30 ഘടകകക്ഷിത്വം പറയുന്നത്. അപ്പൊ അതിനകത്ത് പോലും ഒരു പ്രായോഗികത ഉണ്ട്. പുള്ളി വെറുതെ 50 സീറ്റ് ഘടകകക്ഷി കിട്ടുമെന്നല്ല പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് ആ ഘടകകക്ഷികൾ ഉള്ളതാണ്. നോർത്ത് ഈസ്റ്റിൽ ചെറിയ 2-3 പാർട്ടികൾ, ആന്ധ്രയിൽ ഇപ്പൊ TDP അവസാനം ഉണ്ടാക്കിയ അലയൻസ്, മഹാരാഷ്ട്രയിലെ ചെറിയ 2 കഷ്ണങ്ങൾ, ബീഹാറിലെ JDU, തമിഴ്നാട്ടിലെ PMK. ഇത്രയും ഘടകകക്ഷികളെ അവർക്കുള്ളൂ. അപ്പൊ അവരിൽ നിന്ന് മാക്സിമം പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ശരിക്കും നോർത്ത് ഈസ്റ്റിലെ 4 സീറ്റ്, ആന്ധ്രയിൽ പരമാവധി 10 സീറ്റ്, മഹാരാഷ്ട്രയിൽ 10 സീറ്റ്, ബീഹാറിൽ 15 സീറ്റ്, തമിഴ്നാട്ടിൽ 2 സീറ്റ്. പുള്ളി ഇത്ര കണക്കൂട്ടിട്ടുള്ളൂ. അത് തന്നെ 41 സീറ്റ് ഉണ്ട്. പുള്ളി 30 പറയുന്നുള്ളൂ. അപ്പൊ പുള്ളി പറയുന്നത് 400 എന്ന് പറയുന്നത് പുള്ളി പ്രാക്ടിക്കലാണ്. ഞാൻ കണക്കൂട്ടുന്നപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് ജയിക്കാൻ പറ്റുന്ന 363 സീറ്റുകൾ ഉണ്ട് നിലവിൽ. വേണമെന്ന് വെച്ചാൽ ജയിക്കാൻ പറ്റുന്നത്. പക്ഷെ അത്ര കിട്ടത്തില്ല. കാരണം പല സാഹചര്യങ്ങളുണ്ട് ജയിക്കാൻ. ഞാൻ പറഞ്ഞ നമുക്ക് പറയാം, തിരുവനന്തപുരം ജയിക്കാം, തൃശ്ശൂർ ജയിക്കാം, പത്തനംതിട്ട ജയിക്കാം, ആലപ്പുഴ ജയിക്കാം. അങ്ങനെ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ നോക്കിയാൽ 360-ലധികം സീറ്റുകൾ ഉണ്ട്. പക്ഷെ BJPക്ക് 300 സീറ്റ്, 297 സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ രാഷ്ട്രീയം കൊണ്ട്. അതാണ് വസ്തുത. കോൺഗ്രസ് സ്വയം കളഞ്ഞു വിളിക്കുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞത്. സേവായിക്കട്ടെ. ഏതായാലും നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് 400 എന്നൊരു മുദ്രാവാക്യമായി BJP നീങ്ങുന്നു, എന്തുകൊണ്ട് അവർക്ക് ഈ ആത്മവിശ്വാസം നൽകുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ ചർച്ച എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം BJPയുടെ ആത്മവിശ്വാസമല്ല, പകരം ആത്മവിശ്വാസമില്ലാത്ത പ്രതിപക്ഷമാണ് BJPക്ക് എല്ലാ വിജയവും സമ്മാനിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം കോൺഗ്രസ് എടുത്ത പല നിലപാടുകളും, ഏറ്റവും ഒടുവിലായി അവർ കേജ്രിവാളിന്റെ അടുത്ത് എടുത്ത ഒരു നിലപാട്, അതായത് മദ്യ അഴിമതി പുറത്തു കൊണ്ടുവന്ന് കോൺഗ്രസ് അത്
മറക്കും മുമ്പ് തന്നെ കേജ്രിവാളുമായി കൂട്ടുകൂടിക്കൊണ്ട് ദില്ലിയിൽ മത്സരിക്കാനെടുത്ത ഒരു മണ്ടൻ തീരുമാനം. ഒപ്പം തന്നെ അങ്ങനെ അനവധി തീരുമാനങ്ങൾ. ഈ തീരുമാനങ്ങൾ പിഴയ്ക്കുന്നതാണ് BJPക്ക് ആദ്യം 350 പിന്നീട് 370 ഇപ്പോൾ 400 പറയുന്നതിന് ആവേശം പകരുന്നത് ഈ പ്രതിപക്ഷ പാർട്ടികൾ എടുക്കുന്ന നിലപാട് കൊണ്ടാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത വേളയിൽ നരേന്ദ്രമോദി 450 എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഏതായാലും ചർച്ചയിൽ പങ്കെടുത്ത പ്രദീപ് കുമാർ, വിനയ്, മൈനാഗപ്പള്ളി, ഒപ്പം തന്നെ പ്രേക്ഷകർ ഏവർക്കും നന്ദി പറയുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ബൈ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.